വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ വെള്ളമായിട്ട് തിരികെ വരുന്ന പപ്പിക്കുട്ടി ലിജിയോയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാനാ ഇവിടെ ഇരുന്നത്, ഇത് എൻ്റെ സീറ്റാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആരാ പറഞ്ഞാൽ നിൻ്റെ സീറ്റാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം മിസ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ലിജോ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ ഈ കുട്ടിയെ, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ടോ, മിസ് കൊണ്ടുവന്ന് ഇരുത്തുന്നത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലിജോയെ പേടിച്ച് കുട്ടികൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അന്നേരം പപ്പിക്കുട്ടി ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം എണീറ്റ് മാറി, ഇത് എൻ്റെ സീറ്റാണ് എന്നും പറഞ്ഞ് ലിജോയെ അങ്ങോട്ട് പിടിക്കുമ്പോൾ പോടി അവിടെ നിന്നും പറഞ്ഞ് ലിജോ ആണെങ്കിൽ പപ്പിക്കുട്ടി ഒരു തള്ളു വെച്ച് കൊടുക്കുകയാണ്. തള്ളുകൊണ്ട് പപ്പിക്കുട്ടി താഴേക്ക് വീഴുകയാണ്. ഇതേ സമയവും ആ മിസ്സാണെങ്കിൽ ഇവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യമാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, മിസ്സേ ഞാൻ ക്ലാസ്സിൽ കയറി ഇരുന്നോട്ടെ, എല്ലാവരും ക്ലാസ്സിൽ കയറിയിരുന്നു. അന്നേരം കയറി ഇരുന്നോളാനായിട്ട് പറയുകയാണ്. ഈ സമയത്താണ് സത്യ ബാഗൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ പപ്പിക്കുട്ടി ഇങ്ങനെ താഴെ വീണ് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. തുടർന്ന് സത്യമാണെങ്കിൽ വന്നിട്ട് പപ്പിക്കുട്ടി ഇങ്ങനെ എഴുന്നേക്കാൻ കൈ കൊടുക്കുകയാണ്. എഴുന്നേക്ക് എന്ന് പറയുകയാണ്. തുടർന്ന് പപ്പിക്കുട്ടി കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് സത്യയുടെ കൈ പിടിച്ചങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് കരയുന്നോ എന്ന് പറഞ്ഞിട്ട് കണ്ണീരൊക്കെ തുരച്ചു കൊടുക്കുകയാണ്. നമ്മൾ പെൺകുട്ടികൾ കരയാനേ പാടില്ല എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. തുടർന്ന് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ കുട്ടി എന്നെ തള്ളിയിട്ടു എന്നിങ്ങനെ ലിജോയെ നോക്കി പറയുകയാണ്. അന്നേരം എന്താ സംഭവം എന്ന് ഞാൻ പോയി മിസ്സിനെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പപ്പിക്കുട്ടി അങ്ങോട്ട് തിരിയുമ്പോൾ സത്യ പിടിച്ചു നിർത്തുകയാണ്. വേണ്ട, നമ്മുടെ കാര്യം പരിഹരിക്കാനായിട്ട് എന്തിനാണ് മിസ്സിനെയൊക്കെ വിളിച്ചു വരുന്നത്, അത് നമുക്ക് തന്നെ പറഞ്ഞു തീർക്കാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം സത്യമാണെങ്കിൽ ലിജോയോട് എഴുന്നേക്കാൻ പറയുകയാണ്. താനാണ് ഈ കുട്ടിയെ തള്ളിയിട്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ലിജോ അല്ല എന്നൊക്കെ പറയുകയാണ്. ബോഡി ഇവിടെ നിന്നൊക്കെ സത്യ ആദ്യം പറയുന്നുണ്ട്. അന്നേരം എഴുന്നേക്കാൻ പറയുമ്പോൾ ലിജോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ എഴുന്നേക്ക് കുട്ടി എന്ന് പറഞ്ഞിട്ട് ലിജോയുടെ ഷർട്ടിന് അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം ലിജോ പേടിച്ചങ്ങ് എഴുന്നേക്കുകയാണ്. തുടർന്ന് എന്താ സംഭവം എന്നിങ്ങനെ വിശദീകരിച്ച് എന്ന് പറഞ്ഞിട്ട് ഈ സത്യമാണെങ്കിൽ അടുത്ത ബെഞ്ചിൽ പോയി ഇരിക്കുകയാണ്. ബെഞ്ചിൽ പോയി കാലുമേറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ ലിജോ ഒന്ന് പേടിച്ചു പോവുകയാണ്. അന്നേരം കുട്ടി ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ പറച്ചിലും ഒക്കെ ഇരുത്തമൊക്കെ കണ്ടിട്ട് ലിജോ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പെൺകുട്ടികളെ ഉപദ്രവിക്കാനേ പാടില്ല, നമ്മൾ കൂട്ടത്തിലുള്ളവർ വീഴുമ്പോൾ നിങ്ങളെല്ലാവരും ചിരിക്കുകയാണോ ചെയ്യുന്നത്, പപ്പി വീഴുമ്പോൾ എല്ലാ കുട്ടികളും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടുകൊണ്ടാണ് സത്യ വരുന്നത്, ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്, കൈ കൊടുത്ത് പിടിച്ച് എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് സംഭവം എന്താണെന്ന് പപ്പിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ പപ്പിക്കുട്ടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ വെള്ളം ഇല്ലായിരുന്നു, ഞാൻ വെള്ളം എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടി എൻ്റെ ബാഗ് എടുത്ത് എറിഞ്ഞു, എൻ്റെ ബാഗ് ഇത് അവിടെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മൊത്തം പറയുകയാണ്. അന്നേരം ഈ സത്യ അങ്ങോട്ട് ഇരിക്കുമ്പോൾ സത്യഭാമ ഇരിക്കുന്ന ആ സീനൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാനായിട്ട് ഉമ്മർത്തിരിക്കുമല്ലോ. പ്രീതി അടുത്തുണ്ട്, പിള്ള ബാക്കിൽ രമണൻ പിള്ളയും പിന്നെ രാഘവൻ നായരും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഗാംഭീര്യത്തോടു കൂടി സത്യഭാമ ഇരിക്കുന്ന ആ സീനും കാണിക്കുന്നുണ്ട് ഈ സത്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ. തുടർന്ന് ആ ഒരു നാട്ട് തർക്കം പരിഹരിക്കും പോലെയാണ് സത്യകാര്യങ്ങൾ ഓരോന്നൊക്കെ ചോദിക്കുന്നത്. തുടർന്ന് സത്യ ഈ കുട്ടികളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയെ തള്ളിയിടുന്നത് നിങ്ങളെല്ലാവരും കണ്ടോ എന്ന്. അന്നേരം കണ്ടു എന്നിങ്ങനെ പറയുമ്പോൾ ലിജോ ഒന്ന് പേടിച്ചു പോവുകയാണ്. അന്നേരം പപ്പിക്കുട്ടി പറയുന്നുണ്ട്, എന്നെ മിസ് കൊണ്ടുവന്ന് ഇരുത്തുന്നതും എൻ്റെ ബാഗ് ഈ കുട്ടി എടുത്തെറിയുന്നതും ഒക്കെ ഇവരെല്ലാവരും കണ്ടതാണ്, പക്ഷേ ആദ്യം ചോദിച്ചപ്പോൾ ഇവരാരും സമ്മതിച്ചില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ലിജോ ആണെങ്കിൽ ലിജോയോട് സത്യ പറയുന്നുണ്ട്, നമ്മുടെ കാര്യം നമ്മൾ തന്നെ പരിഹരിക്കണം, ഈ കുട്ടി ഇത് പോയി മിസ്സിനോട് പറഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ, കുട്ടിയുടെ പേരൻസിനെ പ്രിൻസിപ്പലിനോട് പോയി പറയും, മിസ്സ് പോയി പ്രിൻസിപ്പലിനോട് പറയും, പ്രിൻസിപ്പൾ തന്നെ പേരൻസിനെ വിളിപ്പിച്ചാൽ കുട്ടിയെ ഈ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ എന്ന് പറഞ്ഞു വിടും, പിന്നെ വേറെ സ്കൂളിലും അഡ്മിഷൻ കിട്ടില്ല, പഠിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ലിജോ ഒന്ന് പേടിച്ചു നോക്കുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ട, ഇതിനൊക്കെ പകരമായിട്ട് എൻ്റെ ഈ കൈ ഇയാളുടെ മുഖത്തിരിക്കും, അനീതി ചെയ്യുന്നവരോട്, പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവർക്ക് മുഖമടിച്ച് അടി തന്നെയാണ് തരേണ്ടത്, പിന്നെ വേറെ ഒരു പ്രശ്നവുമില്ല എന്നുണ്ടെങ്കിൽ കുട്ടി സോറി പറയും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലിജോ പെട്ടെന്ന് മനസ്സിലായി എന്നങ്ങ് പറയുകയാണ്, വിക്കി പറയുന്നുണ്ട്. എങ്കിൽ ഈ കുട്ടിയോട് സോറി എന്ന് പറയുകയാണ്. അന്നേരം സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ലിജോ. എങ്കിൽ ആ കുട്ടിയുടെ ബാഗ് കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓർഡർ ഇടുന്ന പോലെയാണ്. അന്നേരം ബാഗ് എടുത്തുകൊണ്ട് ഈ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് പപ്പിക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എങ്കിൽ പിന്നെ ലിജോ ബാഗ് എടുത്തുകൊണ്ട് ബാക്ക് സീറ്റിലേക്ക് പോയിരുന്നോളാൻ പറയുകയാണ്. തുടർന്ന് ലിജോ ഇങ്ങനെ പേടിച്ച് ബാഗ് എടുത്ത് ബാക്ക് സീറ്റിലേക്ക് പോകുമ്പോൾ വേറൊരു കുട്ടി എണീച്ചെന്ന് പറയുകയാണ്, അത് മാത്രം പോരാ, ലിജോയെ കൊണ്ട് ഏത്തം ഇടിയിപ്പിക്കണമെന്ന്. അന്നേരം സത്യ പറയുകയാണ്, ലിജോ മാത്രമല്ലല്ലോ കുറ്റം ചെയ്തത്, നിങ്ങളെല്ലാവരും കൂടി ചേർന്നല്ലേ ഈ കുട്ടിയെ പരിഹസിച്ചതൊക്കെ, ഉന്തിയിട്ടപ്പോൾ എല്ലാവരും നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തു, എല്ലാവർക്കും വേണ്ടി കൈത്താങ്ങാവുകയല്ലേ ചെയ്യേണ്ടത്, കൂട്ടത്തിൽ ഒരാൾ വീണാൽ ചിരിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ലിജോ പോയി ഇരുന്നോളൂ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ബാഗും കുപ്പിയും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ലിജോ അങ്ങ് പോയി
ബാക്ക് സീറ്റിൽ പോയിരിക്കുകയാണ്. തുടർന്ന് പപ്പി ആണെങ്കിൽ താങ്ക്സ് പറയുകയാണ്. കുട്ടി ഈ ക്ലാസ്സിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഇനി നമ്മൾ എപ്പോഴും കാണാമല്ലോ, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയുകയാണ്. ഫ്രണ്ട്സ് തങ്ങളിൽ താങ്ക്സ് പറയാൻ പാടില്ല, കട്ട ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സത്യം ഇങ്ങനെ കൈ നീട്ടുമ്പോൾ പപ്പി ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. തുടർന്ന് അവർ ഷേക്കാൻ്റെ പിടിച്ചു വിളിക്കുകയാണ്. തുടർന്ന് അവർ നല്ല കൂട്ടാവുന്നുണ്ട് ക്ലാസ് റൂമിൽ. തുടർന്ന് കാണിക്കുന്നത് സുസ്മിത പോൾസനെ വിളിക്കുകയാണ്. പഴയ മയക്കുമരുന്ന് കേസിലെ പ്രതി പോൾസനെ വിളിക്കുന്നുണ്ട്. അന്നേരം മാഡത്തിൻ്റെ കോള് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ചിറ്റപ്പനൊക്കെ പോലീസിലായതുകൊണ്ട് വിളിക്കില്ല എന്ന് വിചാരിച്ചു, പക്ഷേ വിളിച്ചു എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് 6 വർഷത്തെ ജയിൽവാസത്തിനൊക്കെ ശേഷം പോൾസൺ പ്രതികാരം ചെയ്യാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്താ വേണ്ടെന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ആദ്യം കരുതുന്നുണ്ട്, ശാലിനിയെ തട്ടിക്കളയാനായിട്ട് പറഞ്ഞാലോ, വേണ്ട കളക്ടറാണ്, തൊട്ടാൽ പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ പേര് വരെ ശ്യാമയെ ഓർമ്മയുണ്ടോ ചോദിക്കുകയാണ്. അന്നേരം പോൾസന് ആകെ അങ്ങ് ദേഷ്യവും ഫയർ ചെയ്യുകയാണ്. അന്നേരം ശ്യാമ ഉണ്ടായ ആ സംഭവങ്ങളൊക്കെ പോൾസന് അങ്ങ് ആലോചിക്കുകയാണ്. കോളേജിൽ വെച്ചുണ്ടായ മയക്കുമരുന്ന് സംഭവം, പിന്നീട് ശാലിനി വന്ന് ആ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയതും, വിഷ്ണു വന്ന് തല്ലിയതും, പിന്നീട് ശ്രീരഞ്ജിനി കൊണ്ടുപോയതും ജയിലിലടച്ചതും ഒക്കെ ഓർമ്മിക്കുകയാണ്. പോൾസൺ പറയുന്നുണ്ട്, 6 വർഷത്തെ പ്രതികാരം എൻ്റെ ഉള്ളിൽ കിടക്കുക തന്നെയാണ്. പിന്നെ അവളുടെ ആ പൈസ കേസുമായിട്ട്, അവളുടെ തന്തപ്പടിയുമായിട്ട് ഞാനൊരു കരാർ ഉണ്ടാക്കിയാലും ശ്രീരഞ്ജിനി എന്നെ അങ്ങോട്ട് വെറുതെ വിട്ടില്ല, ഓരോ കേസുകളായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നു, അതിനൊക്കെ പ്രതികാരം ഞാൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ എന്താ വേണ്ടതെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയുടെ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ, എന്തോ ഒരു പ്ലാൻ സുസ്മിത പിന്നെ പോൾസനോട് പറയുകയാണ്. അത് എന്താണ് പറയുന്നതെന്ന് കാണിക്കില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഉള്ളൂ. അന്നേരം ശ്യാമയോട് എനിക്ക് പ്രതികാരം ഉണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ ഒരു ചീള് കേസിന് പോൾസൻ ഇറങ്ങണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പേടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, വെറും ഒരു ചായക്കടക്കാരിയായ ശാരദാമ്മയുടെ മകൾ ശാലിനിക്ക് പോൾസനെ 6 വർഷം ജയിലിൽ അടയ്ക്കാമെങ്കിൽ സത്യഭാമയുടെ മരുമകൾ ശ്യാമയ്ക്ക് 60 വർഷം പോൾസനെ തുറുങ്കിലടയ്ക്കാനായിട്ട് സാധിക്കും. പേടിയാണെങ്കിൽ ഇട്ടിട്ട് പോടുമെന്നൊക്കെ പറയുമ്പോൾ അത് ഒന്ന് എരികേറ്റാൻ വേണ്ടി തന്നെയാണ് സുസ്മിത പറയുന്നത്. അന്നേരം മാഡം ഫോൺ വെച്ചോ, ഇനി ബാക്കി ഞാൻ സ്പോട്ടിൽ എത്തിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം പേയ്മെൻറ്റോട് കൂടിയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് സുസ്മിത സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഇരുവരും ഫോൺ വെക്കുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് മനസ്സിൽ കരുതുകയാണ്, ഒരു ഉണക്ക കളക്ടർ കയ്യിലുണ്ടെന്ന് കരുതി സത്യഭാമയെ നിങ്ങൾ അങ്ങോട്ട് അധികം നെഗളിക്കുകയൊന്നും വേണ്ട, മക്കൾക്ക് നോക്കുമ്പോഴേ നിങ്ങൾക്കും അങ്ങോട്ട് നോവത്തുള്ളൂ. എന്നെ ജയിലിലടച്ചപ്പോൾ എൻ്റെ അമ്മ എന്തുമാത്രം വേദനിച്ചു എന്നുള്ളത് ശാരദാമ്മയെ നിങ്ങൾ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് ആ പകയോടും പ്രതികാരത്തോടും കൂടിയൊക്കെ സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരാണെങ്കിൽ രോഹിത്തിനെ അങ്ങോട്ട് വഴക്ക് പറയുകയായിരുന്നു. എവിടെയായിരുന്നടാ നീ, സ്വന്തം കുഞ്ഞിനെ സ്കൂളിലാക്കാൻ പോലും നിനക്ക് സമയമില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹോട്ടലിൽ ചില നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ കോർപ്പറേഷനിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം, ഞാൻ കൂടെ നിന്ന് ചെയ്താലേ നടക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഒരു ഹോട്ടലും ജോലിയും, സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ സമയം കണ്ടെത്താൻ കഴിയില്ലേ, കുഞ്ഞുങ്ങളൊക്കെ വളർന്നങ്ങ് പോവും, ഇതിനൊക്കെ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പൊന്നി വന്ന് ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. രാഘവൻ നായർ വാങ്ങിക്കുന്നില്ല, രോഹിത്ത് വാങ്ങിക്കുന്നുണ്ട്. ഈ സമയത്ത് സ്കൂളിലേക്ക് പോയ കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോയ സത്യഭാമയും വിഷ്ണുവും ഒക്കെ തിരികെ വരികയാണ്. തുടർന്ന് അകത്തേക്ക് കയറുന്ന ഭാമയാണെങ്കിൽ രോഹിത് എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എത്തി, മോളെ സ്കൂളിലാക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് ഹാപ്പി ആയിട്ടാണ് അവളെ സ്കൂളിൽ കൊണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ അവൾ സന്തോഷത്തോടെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നീ ഇല്ലായിരുന്നുവെങ്കിലും വിഷ്ണു ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് ഇതൊരു സമ്പൂർണ്ണ കുടുംബമാണ്, ഒരാൾക്ക് പറ്റിയില്ലെങ്കിലും അസൗകര്യമുണ്ടെങ്കിലും മറ്റൊരാൾ അത് നികത്താനായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭാമ മുഖമങ്ങ് വിഷമം, ഒരു സങ്കടം പോലെ വന്നിട്ട് ഒരാളുടെ കുറവുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ ആ ഫാമിലി ഫോട്ടോയിലേക്ക് നോക്കുകയാണ്, ശാലിനിയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെയും രാഘവനാരുടെയും മുഖമൊക്കെ അങ്ങ് മങ്ങുകയാണ്. തുടർന്ന് അത് പരിഹരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അന്തമിട്ട് ഭാമയെ തന്നെ നോക്കുകയാണ്. പപ്പിക്കുട്ടി സ്കൂളിലേക്ക് പോയപ്പോൾ ചോദിച്ച ചോദ്യം നിങ്ങളെല്ലാവരും കേട്ടില്ലേ, ആർക്കും അതിനൊരു മറുപടി ഇല്ലായിരുന്നു. വളർന്നു വരുന്ന കുട്ടിയാണ്, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ അതിനു മുമ്പേ അത് പരിഹരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവും പൊന്നിയും പിന്നെ രാഘവൻ നായരും പിന്നെ രോഹിത്തുമൊക്കെ അങ്ങ് പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ് ഭാമയെ തന്നെ. ശാലിനിയെ തിരിച്ചു വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരൊക്കെ നോക്കുന്നത്. പക്ഷേ ഈ സമയത്താണെങ്കിൽ പിള്ളയാണെങ്കിൽ വേറൊരാളെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം വരണം വിജയകുമാർ എന്നകത്തേക്ക് ഭാമ അയാളെ വിളിക്കുകയാണ്. തുടർന്ന് വിജയകുമാറിനോട് ഇരിക്കാനൊക്കെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിനെ നോക്കിയിട്ട് ഇതാണോ സത്യാമ്മയുടെ മകൻ വിഷ്ണു, ബോളിവുഡ് ഹീറോയെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് സന്തോഷം തന്നെയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ്. തന്ന പൊന്നിയോട് ചായ കൊണ്ടുവരാൻ പറയുമ്പോൾ വേണ്ട, ചായ കുടിച്ച് വയറുനിറഞ്ഞു, 1-2 ക്ലയൻറ്റിൻ്റെ അടുത്തൊക്കെ പോകാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഭാമ സംസാരിച്ചു തുടങ്ങിയാണ്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് വിജയകുമാർ വന്നത്. നല്ല സമയത്ത് തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ വിജയകുമാറിൻ്റെ ഒരു ആവശ്യം എനിക്കില്ലായിരുന്നു, നേരിട്ട് അങ്ങ് ചോദിച്ചു
ചോദിച്ചാൽ മതിയായിരുന്നു, ഷൺമുഖദാസിനോട് നേരിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം വേണമല്ലോ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. വിഷ്ണുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് പിന്നെ സത്യഭാമ പറയുകയാണ്, രാഘവേട്ടന് മനസ്സിലായില്ലേ നമ്മുടെ മുൻ മന്ത്രി വെമ്പായം ഷൺമുഖദാസിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അതിനു മുന്നേ പറയുന്നുണ്ട് ഈ ബോളിവുഡ് ഹീറോയ്ക്ക് ഒരു ഹീറോയിനെ വേണമെന്നുള്ളത്. അന്നേരമാണ് എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നത്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, മന്ത്രിക്ക് ഇപ്പോൾ എന്താ കുഴപ്പം, അയാൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല, അയാൾക്കൊരു മകളുണ്ട്, നല്ല സുന്ദരിയാണ്, ഞാനൊരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടിരുന്നു എന്നൊക്കെ പറയുകയാണ്. നല്ല സ്വഭാവശുദ്ധിയും സ്വഭാവമഹിമയും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യം അങ്ങനെങ്കിൽ കടിച്ചമർത്തി നിൽക്കുകയാണ്. വിഷ്ണുവിൻ്റെ മുഖത്ത് നന്നായിട്ട് തെളിഞ്ഞ് കാണാനുണ്ട്. ശ്യാമയും രോഹിത്തും ഒക്കെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. രാഘവൻ നായർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ഈ പിന്നെ വിജയകുമാർ ആണെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. കുട്ടിയുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ സത്യഭാമ ഇത് നോക്കുകയാണ്. അന്നേരം നല്ല സ്വഭാവ മഹിമയുണ്ട്, തറവാടിത്തത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ടതില്ലല്ലോ, പിന്നെ പിടിപാടും രാഷ്ട്രീയത്തിലും ഉന്നതങ്ങളിലും ഒക്കെ ഒരുപാട് പിടിപാടുണ്ട്, നീ ഇതങ്ങോട്ട് നോക്കിക്കേടാ വിഷ്ണു, നിനക്ക് ഇഷ്ടപ്പെടും, അപ്സരസ് പോലെ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇങ്ങോട്ട് വിഷ്ണുവിനെ നേരെ നീട്ടുമ്പോൾ അത്രയും നേരം അടക്കി പിടിച്ചിരുന്ന ദേഷ്യം വിഷ്ണു പ്രകടിപ്പിക്കുകയാണ്. ആ ഫോട്ടോ ഒരു ഒറ്റ തട്ട് സത്യഭാമ അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. സത്യഭാമ അങ്ങ് എഴുന്നേൽക്കുകയാണ്, വിഷ്ണു അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം വിഷ്ണു അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയും, എനിക്കൊരു ഭാര്യ ഉള്ളപ്പോൾ ഇനി കല്യാണം ആലോചിക്കേണ്ട എന്നുള്ളതും അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ ശാലിനി ഉപേക്ഷിച്ചു, പക്ഷേ ഇനി ഒരു ജീവിതത്തിന് തയ്യാറാകില്ല എന്നുള്ളതൊക്കെ സത്യഭാമയുടെ മുഖത്ത് നോക്കി വിഷ്ണു പറയുക തന്നെ ചെയ്യും. അതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.